മിസ്റ്റർ ബീൻ കാണുമ്പോൾ ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റിന് ഓർമ്മ വരുന്ന രണ്ട് കാര്യം, സ്ട്രൈക്ക് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, മിനി, പിന്നെ റിലയൻറ്റ് റോബിൻ. എക്സാക്ട്ലി. എല്ലാ സീനിലും തലകുത്തി മറയുന്ന ഒരു കാറുണ്ട്, ദാറ്റ് ഈസ് ദ റിലയൻറ്റ് റോബിൻ. ടോപ്പ് ഗിയർ ഫാൻസ് ആണെങ്കിലും ജെറമി ക്ലാർക്സൺ നിരന്തരം ഒരു റിലയൻറ്റ് റോബിൻ മറയ്ക്കുന്ന ഒരു സീനുള്ള ഒരു എപ്പിസോഡ് ഉണ്ട്. ദാറ്റ് ഈസ് ഹിലേറിയസ്. സോ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള വണ്ടിയാണ് റിലയൻറ്റ് റോബിൻ. A car that is famous because it's funny to watch it roll over. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല എപ്പിസോഡ്സിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരു റെഗുലേറ്റഡ് മാർക്കറ്റ് ആയിരുന്നു. ആൻഡ് നമ്മളിവിടെ ഇന്ത്യയിൽ പല ഇക്കോണമിക് കാർസ് ഉണ്ടാക്കാൻ വേണ്ടി പല അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് റിലയൻറ്റ് റോബിൻ ഈ ഡിസ്കഷനിൽ വരുന്നു എന്നാൽ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി ഇസ് ദ സിപ്പാനി ബാദൽ. സോ ദിസ് ഇസ് ദ സിപ്പാനി ബാദൽ. സിപ്പാനി എന്ന കമ്പനി സിപ്പാനി ആവുന്നതിന് മുമ്പേ ഇറ്റ് വാസ് കോൾഡ് സെയിൽ, സൺറൈസ് ഓട്ടോമൊബൈൽസ് ഇന്ത്യ ലിമിറ്റഡ്. അതായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ പേര്. അവർ അപ്പോൾ ഇന്ത്യയിൽ ഇതേപോലെ ഒരു കാർ ഉണ്ടാക്കണം, അങ്ങനെ ഈ സ്റ്റാൻഡേർഡും ഫിയറ്റും അംബാസഡറും അല്ലാണ്ട് ഒരു നാലാമതൊരു വണ്ടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ലൈസൻസ് തേടി എങ്ങനെയോ ലൈസൻസ് കിട്ടിയപ്പോൾ അവർ ജോയിൻറ്റ് വെഞ്ചറിന് കണ്ടുപിടിച്ച കമ്പനിയാണ് റിലയൻറ്റ് മോട്ടോഴ്സ് ഇൻ ദ യു കെ ബേസ്ഡ്. അപ്പോൾ യു കെയിൽ റിലയൻറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇക്കോണമി കാറായിരുന്നു ദ റിലയൻറ്റ് റോബിൻ. റിലയൻറ്റ് റോബിൻ നമ്മൾ ഈ ടി വി കാണുന്ന പോലെ അത്ര ബാഡ് ഒരു കാറായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ആസ് ഫണി ആസ് ഇറ്റ് ഇസ് മേഡ് ഔട്ട് ടു ബി. കാണാൻ ഭയങ്കര രസമാണ് തലകുത്തി മറിയുന്നതെങ്കിലും അത്ര മോശം ഒരു വണ്ടി ആയിരുന്നില്ല. അത്യാവശ്യം ഒരു എഞ്ചിനീയർഡ് കാറായിരുന്നു. അവർ നല്ലോണം അതിൻ്റെ സ്റ്റെബിലിറ്റി പറ്റാവുന്ന പോലെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സിപ്പാനിക്കാർ ഇവിടെ നിന്ന് പോയി അത് കണ്ട് ഇൻസ്പയർഡായി നേരെ ഇങ്ങോട്ട് വന്നു, അതുപോലത്തെ ഒരു വണ്ടി ഉണ്ടാക്കി. അതാണിത്. അതെ, അവരുടെ ഭാവനയിൽ അതുപോലത്തെ ഒരു വണ്ടിയാണ് ഇത്. ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി ദ റോബിന്റെ സ്പെക്ക് അല്ല, പക്ഷെ ഇത് അതിന് ആ ഒരു കോൺസെപ്റ്റ് ആണ്. ആ ഒരു കോൺസെപ്റ്റ് അത് ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഈ വണ്ടിയിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന റിയർ മൗണ്ടഡ് ഇന്നോസെൻറ്റി 200cc എഞ്ചിനാണ്. അത് നമ്മുടെ ലാംബി സ്കൂട്ടേഴ്സിലും ലാംബി പോളോ അങ്ങനത്തെ ഏതൊക്കെ കുറച്ച് സ്കൂട്ടേഴ്സിൽ വന്നിട്ട് 200cc എഞ്ചിനാണ് ഇതിൻ്റെ ബാക്കി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവർ 4 സീറ്റർ ആയിട്ടാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. 4 സീറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡോറില്ല, ഫ്രണ്ടിൽ ഡോറുണ്ട്. ബാക്കിൽ ഇവിടെ ഡോറുണ്ട്, ആ സൈഡിലുണ്ട്, ഈ സൈഡിൽ ഇല്ല. ഹ്യുണ്ടായി വെലോസിറ്റർ ഒക്കെ ഇതിൽ നിന്ന്. സോ അങ്ങനത്തെ ഒരു പ്രോട്ടോടൈപ്പിലാണ് അവർ ഫസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ എന്ത് ഡിസൈഡഡ്, ഓക്കെ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് ദ ഫൈനൽ സ്പെക്. അങ്ങനെ ഫ്രണ്ടിൽ വീലായി ഒരു സിംഗിൾ വീല് വെച്ചു, ഒരു സ്റ്റിയറിംഗ് വീലും വെച്ചിട്ടാണ് അവർ ഈ കാർ ഇറക്കുന്നത്. ഈ കാർ ലേറ്റ് 70s ഇറങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ കൊല്ലം അധികം പേര് വാങ്ങിച്ചില്ല. കഷ്ടിച്ച് 170 വണ്ടിയെ വിറ്റുള്ളൂ. രണ്ടാമത്തെ കൊല്ലം ഒരു 100-300 വണ്ടി പോയി. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഇത് കാണാനുള്ള ഒരു അപ്പിയറൻസ് നമ്മുടെ നാട്ടുകാർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അന്ന് ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ലൈക്ക് ഇതിൻ്റെ ഈ ഗ്ലാസ് വൈൻഡ് ചെയ്യില്ല, ഇതിങ്ങനെ മടക്കി വെക്കാം. മടക്കി മുകളിലോട്ട് അല്ലെങ്കിൽ മടക്കി താഴത്തോട്ട് വെക്കാം. സോ അത് സിട്രോൺ 2CV അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണ്. അന്ന് അവരെ അക്സെപ്റ്റ് ചെയ്തു, ഇതിൽ നമ്മുടെ നാട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട്, ആൻഡ് ഏറ്റവും വലിയ പ്രോബ്ലം, ഇത് റിവേഴ്സ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഫുൾ ലോഡ് ഈ ഫ്രണ്ട് വീലിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്തൊരു ഇൻക്ലൈനിലൊക്കെ തിരിക്കുകയാണെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. അങ്ങനെ കുറേ പ്രശ്നം ഇതിനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റീസൺ കൊണ്ട് ഇത് ഒരു ഫ്ലോപ്പായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ കൊല്ലം അമിതാഭ് ബച്ചൻ്റെ ഒരു സിനിമയിൽ ഇതൊരു ഭയങ്കര ഫേമസ് സീനുണ്ട്. ഒരു വലിയൊരു വാട്ടർ പൈപ്പിൻ്റെ അകത്തു കൂടെ വണ്ടി ഓടിച്ചു പോയി സ്റ്റണ്ടൊക്കെ ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അങ്ങനെ പ്രൊമോഷനൊക്കെ ചെയ്ത് നോക്കി, എന്നിട്ടും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അത്ര വലിയ സക്സസ് ആയില്ല. പിന്നെ ഒരു കൊല്ലം കൂടെ അവർ ട്രൈ ചെയ്തു. ദെൻ ദേ ഡിസൈഡഡ് ഓക്കെ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഡോൾഫിൻ എന്ന് പറഞ്ഞ വണ്ടിയിലോട്ട് പോയി. അതും റിലയൻറ്റിൻ്റെ തന്നെ റിലയൻറ്റ് കിറ്റൺ എന്ന് പറഞ്ഞ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള UK ഒരു വണ്ടിയുടെ ഒരു ബോഡി എടുത്തിട്ട്, ബോഡിയല്ല, ദാറ്റ് വാസ് ദ എൻറ്റയർ കാർ. അവർ അതിൻ്റെ എഞ്ചിനും അതിൻ്റെ ഗിയർ ബോക്സും എല്ലാ സാധനം ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് വിറ്റിരുന്നു. അതോടെ ഇതിൻ്റെ പ്രാധാന്യം പോയി. ഇന്നിപ്പോൾ ഇത് കാണാനേ ഇല്ല. കൂടുതൽ ഫൈബർ ബോഡിയും കൂടി ആയതുകൊണ്ട് പകുതി മുക്കാലെണ്ണം തകർന്നു. അപ്പോൾ അഗെയിൻ എ വെരി റെയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കിത് കാണാൻ പറ്റിയത്. ദിസ്
Car is again an important part of economy motoring of chapter of Indian history. നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരാൻ പറ്റിയതിൽ നമുക്ക് വീണ്ടും സന്തോഷമുണ്ട്. Stay tuned to our channel for more interesting updates. Thank you for watching.